ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്സ് ആണ്. നമ്മൾ എന്താണ് ബ്ലോക്സ് നമുക്ക് നോക്കാം, അതേപോലെ നമുക്ക് എങ്ങനെ ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും അത് നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം ബ്ലോക്സ് എന്താണെന്ന്. ഓക്കെ, അതിനെ ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ സെൻറ്റർ എടുക്കുക. ഡിസൈൻ സെൻറ്റർ എന്ന പേര് നിങ്ങൾ കേട്ട് കാണും, അതിൻ്റെ കമ്പോണൻസ് നിങ്ങൾ യൂസ് ചെയ്ത് കാണും. പക്ഷേ എങ്ങനെയാണ് നമ്മൾ അത് എടുക്കുന്നതെന്ന് നമ്മൾ നോക്കാം. DC ഡിസൈൻ സെൻറ്ററിൻ്റെ ഷോർട്ട് ഫോമാണ്. DC ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ബെഡ്, ചെയർ, അതേപോലെ ഡെസ്ക്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് നമുക്കറിയാം. ഓക്കെ, ജസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി, നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്കൊന്നറിയാം. പക്ഷെ അതിൻ്റെ പാത്ത് വേ എങ്ങനെയാണ് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ PC-യിൽ പോകണം. ദിസ് PC, ദെൻ പ്രോഗ്രാം ഫയൽസ്, ഓക്കെ, ദെൻ ഓട്ടോഡെസ്ക്. ഏതാണോ നമ്മുടെ ഉള്ളത്, 2020 ആണെങ്കിൽ അത്, ഇപ്പോൾ എൻ്റെ ഇവിടെ 2020 ആണ്, നിങ്ങളുടെ വെർഷൻ ഏതാണോ അതനുസരിച്ച് സെലക്ട് ചെയ്യണം. ഓട്ടോകാഡ് 2020, ദെൻ ENUS, ഓക്കെ സോറി, ദെൻ സാമ്പിൾ. ഓക്കെ, സാമ്പിളിൽ പോയി ENUS-ൽ സെലക്ട് ചെയ്യണം. ENUS-ൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ സെൻറ്റർ എന്ന് പറഞ്ഞ പാരാമീറ്റർ കാണും. ഓക്കെ, അപ്പോൾ അതിനകത്ത് തന്നെ കുറേ പാരാമീറ്റേഴ്സ് കാണും. അനലോഗ്, ഇൻ്റഗ്രേറ്റഡ് അനലോഗ്, ടെക്സ്റ്റൈൽ, ബേസിക് ഇലക്ട്രോണിക്സ്, അങ്ങനെ പല പാരാമീറ്ററും കാണും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്കിപ്പം ഹോം സ്പേസ് പ്ലാനർ അല്ലെങ്കിൽ .dwg ആണെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്സിൻ്റെ കാറ്റഗറി ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ബ്ലോക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ബ്ലോക്സിനെ ഉണ്ടാക്കുന്നത്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ഞാൻ ആദ്യം ഇത് ക്ലോസ് ചെയ്യണം, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്ലോക്സ് ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ പുതിയൊരു ടാബ് എടുത്തിട്ട് ഇപ്പം നമ്മൾ നോക്കിയത് എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയത് ബെഡ് അല്ലെങ്കിൽ ഒരു പാരാമീറ്ററിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് ഇതൊക്കെ. എന്നിട്ട് ഇതിനെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതേപോലെ 2 റെക്റ്റാങ്കിൾ ഇങ്ങനെ ഉണ്ടാക്കുവാണ് ഞാൻ. ഓക്കെ, ചുമ്മാ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ് ഞാൻ, റാൻഡമായിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് അല്ല. ഇൻഡിവിജ്വൽ യൂണിറ്റ് അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതാണെങ്കിൽ നമ്മൾ നോക്കാൻ പറ്റും ഇത് ഡിഫറെൻറ്റ് യൂണിറ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു സംഭവം ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റിനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽ യൂണിറ്റ് ആക്കണം. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ്. അതെങ്ങനെ ആക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായി ഞാനൊരു പുതിയ ടാബ് തുറന്നു. എന്നിട്ട് ഞാനൊരു ഡിസൈൻ, ചുമ്മാ ഒരു റാൻഡമായിട്ടുള്ള ഡിസൈൻ ഉണ്ടാക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ റെക്റ്റാങ്കിൾ ഞാൻ വരച്ചു. എന്നിട്ട് നമ്മുടെ സർക്കിൾ ഞാൻ എടുത്തു. സർക്കിൾ ഞാൻ സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇതിനെയാണ് എനിക്ക് ബ്ലോക്ക് ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ എന്ത് വേണോ ആവാം. നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയ രീതിയിലുള്ള ബെഡ് ഉണ്ടാക്കാം, പുതിയ രീതിയിലുള്ള ചെയർ ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റും. അതാണ് നമ്മൾ നോക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ബ്ലോക്ക് ആക്കാൻ പറ്റും, അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു പാരാമീറ്ററിൽ പോകണം. ഇവിടെ കാണാൻ പറ്റും ബ്ലോക്ക് ക്രിയേറ്റ്, ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാവുന്ന ഓപ്പൺ ആവും പാരാമീറ്റർ. ബ്ലോക്ക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞ പാരാമീറ്റർ ഓപ്പൺ. ഓക്കെ, അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ B ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. B ഫോർ ബ്ലോക്ക് ആണല്ലേ. അപ്പോൾ B എൻ്റർ ചെയ്യണം. അപ്പോഴും സെയിം ബ്ലോക്ക് ഡെഫിനിഷൻ വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിസൈൻ നിങ്ങളുടെ എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഞാൻ ഇടാൻ പോകുന്നത് A എന്ന പേരാണ്. ഓക്കെ, ചുമ്മാ ഒരു റാൻഡമായിട്ടുള്ള പേരാണ്. ഓക്കെ, A എന്ന പേര് ഞാൻ ഇട്ടിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്പെസിഫൈ ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ പേരാണ്. അപ്പോൾ പിക്ക് പോയിൻ്റ് വെച്ച് ചെയ്യാം. നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിക്ക് പോയിൻ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പിക്ക് പോയിൻ്റ് ചെയ്യുക. ഓക്കെ, പിക്ക് പോയിൻ്റ് ചെയ്ത് ഞാൻ ഇവിടെ ഒരു പാരാമീറ്റർ ഞാൻ എവിടെയെങ്കിലും പിക്ക് ചെയ്താൽ മതി. പിക്ക് ചെയ്യുന്നത് എന്തെന്നാന്ന് വെച്ചാൽ എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റർ അറിയാനാണ്. ഓക്കെ, അത് പിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും റിട്ടേൺ ഉണ്ട്, കൺവേർട്ട് ടു ബ്ലോക്ക് ഉണ്ട്, അതേപോലെ ഡിലീറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ കൺവേർട്ട് ടു ബ്ലോക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അല്ലോ എക്സ്പ്ലോഡിങ് നമുക്ക് ചെയ്യാം, വേണമെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യണം, അതേപോലെ സ്കെയിൽ യൂണിഫോം ചെയ്യണമെങ്കിൽ അത് ടിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെ ബ്ലോക്കായി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഓക്കെ പ്രസ് ചെയ്യും. ഓക്കെ പ്രസ് ചെയ്തിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്, സെലക്ട് ഒബ്ജക്റ്റ്, ഏത് ഒബ്ജക്റ്റിനെയാണ് ബ്ലോക്ക് ആക്കേണ്ടത് അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഈ സെലക്ഷൻ എടുത്തു, എന്നിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എന്താണ്
ബ്ലോക്കായി മാറി അല്ലേ. ഇതൊരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് മാറി. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബ്ലോക്കാണ്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു പാരാമീറ്റർ കൂടെ വരച്ച് നോക്കാം. ഇപ്പോൾ ഞാൻ വേറെ രീതിയിൽ വേറൊരു ഡിസൈൻ ഞാൻ നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ഒരു ടൈപ്പ് ബ്ലോക്കാണ്. ഇതിന് ഞാൻ ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ രണ്ടും കാണാൻ പറ്റും. ഇത് എന്താണ്? വേറെ വേറെ യൂണിറ്റാണ് അല്ലേ. രണ്ടും വേറെ വേറെ സർക്കിളും അതേപോലെ റെക്റ്റാങ്കിളും വേറെ വേറെ യൂണിറ്റായിട്ട് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ബ്ലോക്ക് ആക്കാൻ വേണ്ടി അഗെയിൻ ബി എൻ്റർ. ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുക്കുക. ഓക്കെ, പിക്ക് പോയിൻ്റല്ല, ഞാനിവിടെ സ്പെസിഫൈ ചെയ്യുവാണ്. സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ള സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് റിറ്റെയിൻ ആണ്. ഓക്കെ, അപ്പോൾ റിറ്റെയിൻ ചെയ്യുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റിറ്റെയിൻ ചെയ്ത് ഞാൻ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ, റിറ്റെയിൻ ചെയ്ത് ഓക്കെ പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? സ്പെസിഫൈ ഇൻസേർഷൻ ഓഫ് ബേസ് പോയിൻ്റ് ഇൻസേർഷൻ പറയുന്നു. അപ്പോൾ സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഓക്കെ, അപ്പോൾ സ്പെസിഫൈ ചെയ്തു. ഇപ്പോഴെന്താണാവുന്നത്? ഇത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലോക്ക് അല്ലേ. ഈ ഒരു പാരാമീറ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ബ്ലോക്ക് അല്ല, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് അല്ലേ. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത് നമ്മുടെ ബ്ലോക്ക് ആയി കഴിഞ്ഞു. ആക്ച്വലി റിറ്റെയിൻ നമ്മൾ ഓപ്ഷൻ പ്രസ് ചെയ്തായിരുന്നു. ഓക്കെ, റിറ്റെയിൻ പ്രസ് ചെയ്തത് കാണണമെങ്കിൽ നമ്മൾ ഇവിടെ പോയാൽ മതി. ഇൻസേർട്ടിൽ പോകണം, ഹോമിൻ്റെ സൈഡിലുള്ള ഇൻസേർട്ടിൽ പോകണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബി എന്ന പേരിൽ നമ്മുടെ ബ്ലോക്ക് സേവ് ആയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ ബ്ലോക്ക് ഓൾറെഡി ബ്ലോക്കായി, ഇത് സേവ് ആയി. അപ്പോൾ നമ്മുടെ റിറ്റെയിൻ എന്ന ഓപ്ഷൻ ചെയ്യുമ്പോൾ ഈ ഒരു പാരാമീറ്റർ കൺവേർട്ട് ആവത്തില്ല ബ്ലോക്കിൽ. ഇതിൻ്റെ കോപ്പി ആയിട്ട് ബ്ലോക്കായിട്ട് ഇവിടെ ഇൻസേർട്ടിൽ സേവ് ആയിട്ടിരിക്കും. അതാണ് നമ്മുടെ ബി പാരാമീറ്റർ. ഇതാണ് നമ്മുടെ ബ്ലോക്ക് ബി. ഓക്കെ, ഇനി നമുക്ക് തേർഡ് പാരാമീറ്റർ നമുക്ക് നോക്കാം. തേർഡ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ അഗെയിൻ ഞാൻ വേറൊരു ബ്ലോക്ക് ഉണ്ടാക്കുക. ഓക്കെ, ബ്ലോക്ക് ഉണ്ടാക്കി. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യുക. ബി എൻ്റർ. ഇതിന് സി എന്ന പേര് കൊടുക്കുക. ഓക്കെ, സി എന്ന പേര് കൊടുത്തു. പിക്ക് പോയിൻ്റ് മെത്തേഡ് വെച്ച് ഇവിടെ പിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്തു. അപ്പോൾ എന്തായി? ഡിലീറ്റായി. പക്ഷേ നമ്മൾ ഇൻസേർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാരാമീറ്റർ സി എന്ന ബ്ലോക്ക് അത് ബ്ലോക്കായിട്ട് തന്നെ സേവ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ നമുക്കതിവിടെ എടുത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പാരാമീറ്ററാണ് നോക്കിയത്. ഒന്ന് ഡയറക്റ്റായിട്ട് ബ്ലോക്ക് നമ്മൾ വരയ്ക്കുന്ന ഡയറക്റ്റായിട്ട് ബ്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്ക് നമുക്ക് റിറ്റെയിൻ ചെയ്ത് ഇൻസേർട്ടിൽ റിറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും ബ്ലോക്കായിട്ട്. അതല്ല നമുക്ക് ഡിലീറ്റ് ചെയ്താലും നമ്മുടെ ബ്ലോക്കായിട്ട് തന്നെ സേവ് ആയിട്ടിരിക്കും. ഇതാണ് നമ്മുടെ 3 പാരാമീറ്റർ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പാരാമീറ്റർ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ജസ്റ്റ് ബി എൻ്റർ ചെയ്താൽ മതി. നമുക്ക് ബ്ലോക്ക് ഡിഫൈൻ, നമുക്ക് പേര് കൊടുക്കും. നമ്മൾ ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ബ്ലോക്ക്സ് നമ്മൾ ഉണ്ടാക്കി അവിടെ നമ്മുടെ ബ്ലോക്ക്സ് അവൈലബിൾ ആയിട്ട് വരും. ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ അലോ എക്സ്പ്ലോഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എക്സ്പ്ലോഡിങ് നമ്മൾ ഫസ്റ്റ് പാരാമീറ്ററിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പം അലോ എക്സ്പ്ലോഡിങ് നമ്മൾ ഓക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പാരാമീറ്ററിനെ എക്സ്പ്ലോഡും ചെയ്യാൻ പറ്റും. അതായത് ഇതിനെ തിരിച്ച് എന്തായിരുന്നു ഇതിൻ്റെ ഒറിജിനൽ ഫോം, അതായിട്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോം അല്ലേ. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോം. അതേ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനെ സെലക്ട് ചെയ്യണം. എക്സ്പ്ലോഡിൻ്റെ ഷോർട്ട് കീ ആണ് എക്സ്, എൻ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പാരാമീറ്റർ, അതായത് ഇതേപോലത്തെ പാരാമീറ്റർ ആയിട്ട് മാറി. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ ബ്ലോക്കും അതേപോലെ അലോ എക്സ്പ്ലോഡിങ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ബ്ലോക്ക് ഡിഫൈൻ ചെയ്യുവാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യുവാണ്. ഇപ്പം ഞാൻ ഇത് തന്നെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബ്ലോക്കിനെ ഞാൻ ഉണ്ടാക്കി. ഇതിനെ ബി എൻ്റർ. എന്നിട്ട് ഞാൻ ഇതിന് ഡി എന്ന പേര് കൊടുക്കുക. ഓക്കെ, ഡി എന്ന പേര് കൊടുത്തു, എൻ്റർ ചെയ്തു. ഇപ്പം ഞാൻ കൺവേർട്ട് ബ്ലോക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ അലോ എക്സ്പ്ലോഡിങ് ഞാൻ ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, അലോ എക്സ്പ്ലോഡിങ് ഓഫ് ചെയ്യാൻ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ. ഓക്കെ, ഇപ്പോൾ എന്തായി? ഇത് ബ്ലോക്കായി. ഇനി ഞാൻ ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, എക്സ്, എൻ്റർ. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്താലും ഇത് എക്സ്പ്ലോഡ് ആവത്തില്ല. പക്ഷേ ഇത് ഞാൻ ട്രൈ ചെയ്താൽ ഇത് എക്സ് എൻ്റർ ചെയ്താൽ ഇത് എക്സ്പ്ലോഡ് ആവും. ബിക്കോസ് അവിടെ അലോ എക്സ്പ്ലോഡിങ് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എക്സ്പ്ലോഡിങ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് അലോ എക്സ്പ്ലോഡിങ് നമ്മൾ ടിക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പ്ലോഡ് അല്ലെങ്കിൽ ബ്രേക്ക് ഇൻറ്റു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലോക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്ലോഗിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ബ്ലോഗിനെ റൈറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ ബ്ലോഗിനെ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് എ ലോട്ട്.